ഇന്ന് പരിശുദ്ധ പിതാവ് ഈ സർവമത സമ്മേളനത്തിലെത്തിയ എല്ലാവരെയും സമാധാനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടുകൂടി ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള വലിയ സന്ദേശവുമായിട്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സർവമത സമ്മേളനത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇന്ന് വത്തിക്കാനിൽ വെച്ച് നടന്ന ആ സർവമത സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. വത്തിക്കാനിന് നമുക്കറിയാം സർവ്വ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഒരു മന്ത്രാലയം തന്നെ നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് നടക്കുന്നതും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വത്തിക്കാൻ കൗൺസിലും പിന്നീട് എല്ലാ മാർപ്പാപ്പമാരും നടത്തിയ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത്. ഇതുവഴി നമുക്ക് കൈകോർത്ത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും ശാന്തിയുടെയും സന്ദേശം ലോകത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ പിതാവിന് എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾ നേരുന്നു. നന്ദി. സംഭവമാണ്. അപ്പോൾ അത് കൂടിയിട്ടുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ അത് എന്നെന്നും ഓർമ്മിക്കുന്നൊരു സംഭവമാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേലധ്യക്ഷൻ അദ്ദേഹവുമായിട്ട് നമുക്ക് സൗഹാർദ്ദം പങ്കിടുക എന്ന് പറയുമ്പോൾ ലോക മതങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. മതവിശ്വാസങ്ങൾ അത് കൂടിച്ചേരാനുള്ളതാണ്. ഒരിക്കലും മതങ്ങൾ അകറ്റപ്പെടാനുള്ളതല്ല. മതം നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരുമിച്ചിരിക്കാനും സ്നേഹം പങ്കുവെക്കുവാനും തന്നെയാണ്. ആ ഒരു വലിയ സന്ദേശമാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ആസ്ഥാനത്ത് വെച്ച് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിക്കുന്നത്. ഒരു ചോദ്യം, ഈ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഇതെന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം? കേരളത്തിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. കാരണം കേരളം ഒരു സമാധാനത്തിൻ്റെ നാടാണല്ലോ. ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് തുടർന്ന് കൊണ്ടുപോകണം. അതിനിടയ്ക്ക് ചിലരൊക്കെ വെറുപ്പിൻ്റെ ഭാഷയുമായിട്ടൊക്കെ വരുമ്പോൾ പക്ഷേ കേരളീയ സമൂഹം അതൊക്കെ തള്ളിക്കളയും. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു സാന്നിധ്യവും അത് കേരളീയ സമൂഹത്തിന് അഭിമാനം പകരുന്ന ഒന്നാണ്. അങ്ങേക്ക് പ്രത്യേക അനുമോദനങ്ങളും ആശംസകളും. താങ്ക് യു. സർവമത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ജീസസ് ആൻഡ് മദർ മേരി എന്ന് പറയുന്ന സിനിമ, ലോകത്തിലെ ആദ്യത്തെ 3D ബൈബിൾ മൂവിയാണിത്. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോപ്പിന് കൈമാറിക്കൊണ്ട് ലോകം മുഴുവനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ശരിക്കും ശത്രുക്കളെയും സ്നേഹിക്കുക എന്ന് പറയുന്ന ജീസസിൻ്റെ ആ സന്ദേശം ഈ ബൈബിൾ മൂവിയിലൂടെ ലോകം മുഴുവൻ എത്തിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് ഞങ്ങളുടെ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റാഫേൽ പുഴലിപ്പറമ്പിൽ എന്ന് പറയുന്ന ഇദ്ദേഹം ദുബായിലെ വ്യവസായിയാണ്. കേരളത്തിലും ഒരുപാട് സ്ഥാപനങ്ങളും ക്രിക്കറ്റ് അതുപോലെ സിനിമാ മേഖലകളിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് ആക്ച്വലി ചലഞ്ചിങ് ആയിട്ടുള്ള ഈ സിനിമ എടുക്കാനായിട്ട് തയ്യാറായി ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അദ്ദേഹം ആക്ച്വലി മോർ ദാൻ 200 crore ഈ മൂവി ഒരു വലിയൊരു ചലഞ്ചിങ് മൂവിയാണ്. എസ്പെഷ്യലി ബൈബിൾ മൂവിക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചലഞ്ചസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങളും ഈ സിനിമ ഇപ്പോൾ വാറിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇസ്രായേൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സമ്മേളനം, അതിൻ്റെ ഇടയിൽ ഇത് വലിയൊരു സന്ദേശമാണെന്നുള്ള രീതിയിൽ നമ്മളിവിടെ എത്തിയത്. ഇദ്ദേഹം തോമസ് ബെഞ്ചമിൻ, ഇദ്ദേഹമാണ് സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ഈ സിനിമയിലൂടെ ഞങ്ങൾ ഈ സന്ദേശം, സർവമത സമ്മേളനത്തിൻ്റെ ഒരു സന്ദേശം തന്നെ അതാണല്ലോ, എല്ലാവരും നല്ല മനുഷ്യരാവുക എന്ന് പറയുന്നത്. അത് ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനൊരു സന്ദേശം ലോകം മുന്നെത്തിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ കൊണ്ട് എല്ലാ ലോകത്തും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സിനിമയിലൂടെ വീണ്ടും ജനങ്ങൾക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ സമ്മേളനത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ. ഞാൻ ഡോക്ടർ SS ലാൽ, എൻ്റെ ഒപ്പം ഉള്ളത് ബെന്നി മാത്യു, ഇന്തോനേഷ്യ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്കിതൊക്കെ വലിയൊരു അവസരമായിരുന്നു. ഒരുപാട് 15ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശിവഗിരി മഠമാണ് ഇത് സംഘടിപ്പിച്ചത്. പിന്നെ കോൺഗ്രസ് നേതാവായ ചാണ്ടിയുമ്മൻ MLA ഇതിനകത്തൊരു മുൻകൈ എടുത്തു. പിന്നെ മറ്റു പലരും സഹകരിച്ചാണ് ചെയ്തത്. പക്ഷേ ഇതൊരു വലിയൊരു അവസരമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ഒരുമിച്ച് വരാനും പരസ്പരം കാണാനും, പിന്നെ പോപ്പിനെ തൊടാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പോപ്പിന് ഹസ്തദാനം കൊടുക്കുക, പലരും ഷാൾ അണിയിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെ പോലും അടുത്ത് പോകാനോ തൊടാനോ ഒക്കെ പറ്റാത്ത ഒരു ലോകമാണിത്. അപ്പോൾ അത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും പരിശോധിച്ചില്ല. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കേരളത്തിൽ നിന്ന് വരുന്നവർ ശിവഗിരി സംഘടിപ്പിക്കുന്നൊരു പരിപാടിയുടെ അതിൽ പങ്കെടുക്കുന്നൊരു നിലയ്ക്ക് നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് അകത്ത് കിടക്കുകയായിരുന്നു. ഒരുപാട് നേരം അദ്ദേഹം നമ്മൾക്കൊപ്പം ചെലവഴിച്ചു.
എനിക്ക് തോന്നുന്നൊരു 300-400 പേർക്ക് ഹസ്തദാനം നൽകി. എല്ലാവരോടും സംസാരിച്ചു. മുഴുവൻ പേരും പറഞ്ഞ് അദ്ദേഹം കേൾക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളോട് തന്നെയാണ് പൂർണ്ണമായും ശ്രദ്ധിക്കുന്നത്. അത്ര ശ്രദ്ധയോടെ സംസാരിച്ചു. ഇതൊരു വലിയൊരു അവസരമായിരുന്നു. ഇതൊരു ജീവിതത്തിലെ ഒരു അപൂർവം അവസരമായിട്ട് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത്. പോപ്പിനെ പോലൊരു ലോക മത നേതാവിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും നമുക്ക് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും സംഭാഷണം ഉണ്ടായിരുന്നു. വലിയൊരു അവസരമാണ്. ബെന്നിക്കും അതേ അഭിപ്രായം? അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു അവസരം എൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോക മത സമ്മേളനത്തിൻ്റെ ഇതുപോലൊരു ഇനി ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത്രയും പ്രൗഢഗംഭീരമായൊരു ചടങ്ങായിരുന്നു, അത്രയും പ്രൗഢഗംഭീരമായൊരു സദസ്സുമായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഏവർക്കും വത്തിക്കാൻ പാലസിലേക്ക് സ്വാഗതം. ഞാൻ ഫാദർ ബെൻ ബോസ്. ഞാനിവിടെ ഈ ഒരു കോൺഫറൻസും പോപ്പുമായിട്ടുള്ള ഓഡിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോർഡിനേറ്റീവ് ടീമിലെ ഒരു മെമ്പറാണ്. ആ കോർഡിനേറ്റീവ് ടീമിൽ ഈ പ്രോഗ്രാം കോൺഫറൻസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സ്വാമി ശ്രീ നാരായണ ഗുരുവിൻ്റെ സർവമത സമ്മേളനം ആലുവയിൽ നടത്തിയതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ഇൻ്റർ റിലീജിയസ് ഡയലോഗുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കോൺഫറൻസും പോപ്പുമായിട്ടുള്ള ഓഡിയൻസും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്ത് യുദ്ധവും വർഗീയതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ഈ ഒരു സർവ്വമത സമ്മേളനം ഇവിടെ വത്തിക്കാനിൽ റോമിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കാപ്പുത്ത് മുന്തി എന്നാണ് ലാറ്റിൻ എക്സ്പ്രഷനിൽ ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ തല എന്നുള്ളതാണ് കാപ്പുത്ത് മുന്തി. അപ്പോൾ തീർച്ചയായിട്ടും ലോകം ഒട്ടാകെ ഒരു സമാധാനത്തിൻ്റെ ദൂത് നൽകുവാനായിട്ട് അതിൻ്റെ ഒരു അഡ്വക്കേറ്റായിട്ട് നിലകൊള്ളുന്നതും ലോകത്തിന് സമാധാനത്തിന് വേണ്ടി എന്നും ശബ്ദിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന പോപ്പ് ഫ്രാൻസിസിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം ഈ ഒരു സമൂഹത്തെ മത ആചാര്യന്മാരെയും സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ലോകത്തിന് സമാധാനത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്യുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 6:30 വരെ നടക്കുന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഡിക്കാസ്ട്രിയിൽ നിന്നുള്ള മറ്റ് കർദിനാളന്മാരും ബിഷപ്പുമാരും പങ്കെടുത്ത് ഇതിനെ അഭിസംബോധന ചെയ്യുകയും സമാധാനത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സമാധാനത്തിൻ്റെ വക്താക്കളാകാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനയോടുകൂടി ഒരു കാര്യം എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം സ്വാമി സച്ചിദാനന്ദ ശിവഗിരി ആശ്രമ പ്രസിഡൻ്റാണ്. അദ്ദേഹം തന്ന മെസ്സേജ് വളരെ ശ്രേഷ്ഠമുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ ഓഡിയോ ഏതോ ടെക്നിക്കൽ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്കിൽ തന്നെ സ്വാമിജി പറഞ്ഞത് ഈ ഒരു അവസരത്തിൽ വളരെ ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഓൾ റിലീജിയസ് കോൺഫറൻസിൻ്റെ ഒരു മഹനീയമായിട്ടുള്ള ഈ ദിവസത്തിൽ പരിശുദ്ധ പിതാവിനെ കാണുകയാണ്. പരിശുദ്ധ പിതാവ് എന്ന് പറയുന്നത് ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെയുള്ളൊരു മതശ്രേഷ്ഠനെ കാണുന്നത് തീർച്ചയായിട്ടും ആത്മാവിൽ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ മനുഷ്യനെ വേർതിരിക്കുന്നത് ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചിന്തകളാണ്. അതായത് ശരീരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളെ കാണാൻ പറ്റും. പക്ഷേ ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആത്മാവിനെ മാത്രമേ കാണുവാൻ പറ്റത്തുള്ളൂ. ആ ആത്മാവിലൂടെയാണ് നാം ദൈവത്തിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു മനുഷ്യനാണ് മതമെന്ന് പറഞ്ഞ ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്തായിട്ടുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ 100 വർഷം ഇന്ന് തികയുകയാണ്. എല്ലാ മതങ്ങളും കൂടെ കൂടി ഓൾ റിലീജിയസ് പാർലമെൻറ്റ് വഴി ലോകത്ത് സമാധാനം കാണണമെന്നാണ് അദ്ദേഹം ആശംസിച്ചത്. തീർച്ചയായിട്ടും ഈ ശ്രീ സച്ചിദാനന്ദ സ്വാമിക്ക് പ്രത്യേകം ആദരവ് നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ മഹനീയമായിട്ടുള്ള ആ വാക്കുകൾക്കും പ്രത്യേകം നന്ദി. നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് discoveries of the world.